Hi dears, welcome back. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇതിൻ്റെ പ്രത്യേകത ഇതിലേക്ക് അരി കുതിർത്ത് വെക്കുക അല്ലെങ്കിൽ അരയ്ക്കുക റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മെയിനായിട്ട് ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും. അതുപോലെ തന്നെ ഒരു 3-4 മിനിറ്റിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ മെയിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വിഭവം തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് റവയാണ്. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് തൈരാണ്. അപ്പോൾ അത്യാവശ്യം പുളിയുള്ള നമ്മുടെ മിൽമയുടെ തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പ് തൈരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താലും മതിയാവും. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ദോശമാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിൽ ഇത് കലക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പിൻ്റെ അടുത്തായിട്ട് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു കട്ടിക്കാണ്, എന്നാൽ ഒരുപാട് ലൂസായി പോവുകയും വേണ്ട, എന്നാൽ ഒരുപാട് കട്ടിയായിട്ട് പോവുകയും വേണ്ട. ആ ഒരു രീതിയിലാണ് മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കിയിട്ട് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കാം. ഒരുപാട് ലൂസായി പോകണ്ട കേട്ടോ. മാവ് ലൂസാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാലും മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. ചീനച്ചട്ടിയിൽ തന്നെ ആവണമെന്നില്ല, നോൺ സ്റ്റിക്കിൻ്റെ കുഴിയുള്ള പാത്രത്തിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പച്ചട്ടിയിലൊക്കെ ചുട്ടെടുക്കുകയും ചെയ്യാം. നോൺ സ്റ്റിക്കിൻ്റെ പാനിലാവുമ്പോൾ എണ്ണ ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ ഇനി ഇതിലേക്ക് ഓരോ തവിയായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്തെടുത്താൽ മതിയാവും. അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ട് മുകൾ ഭാഗമൊക്കെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് മറിച്ചിട്ടിട്ട് 1 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. മുകൾ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. 2 ഭാഗവും വെന്ത് കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. പിന്നെ ഇതുപോലെ ചുട്ടെടുക്കുന്ന സമയത്ത് ഒന്നിച്ച് പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 തവിയൊക്കെ ഒരുമിച്ച് ഒഴിച്ചിട്ടും ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചൊരു ടൈം എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഇതുപോലെ ഒഴിച്ചതിന് ശേഷം അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വേവിച്ചിട്ട് തുറന്ന് നോക്കിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് മുകൾ ഭാഗം ഇതുപോലെ ഏകദേശം ഒന്ന് ആയതിനു ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക. എന്നാൽ കറക്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കറക്റ്റായിട്ട് മാവ് വല്ലാണ്ട് പുറത്ത് പോവാതെ റെഡിയായിട്ട് കിട്ടുകയും ചെയ്യും. മറിച്ചിട്ടുന്ന സമയത്തൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ 2 ഭാഗവും റെഡിയായിട്ട് കഴിഞ്ഞാൽ പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല, അരി കുതിർക്കേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാനായിട്ട് തക്കാളി ചട്നി ആയാലും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ സാധാരണ തേങ്ങ ചട്നി ആയാലും അതായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി വിഭവം തന്നെയാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ.